ഒരു പടി കൂടി മുകളിലേക്ക് കയറി പുതിയൊരു ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഒരുപാട് സ്റ്റെപ്പുകൾ നമുക്ക് കയറാനുണ്ട്. നേരെ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റെപ്പിൽ വളരെ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്താൻ ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ കണ്ടതാണ്. അതിന്റെ സ്കൂൾ തല ഉദ്ഘാടനമാണ് ഇനി വേദിയിൽ നടക്കുന്നത്. നമുക്ക് വളരെ പ്രശസ്തരും വിശിഷ്ടരുമായ വ്യക്തികളാണ് ഈ പരിപാടിക്ക് എത്തിയിരിക്കുന്നത്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായി കുറെ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ മുന്നൊരുക്കങ്ങൾ എല്ലാം തയ്യാറാക്കി നിങ്ങളിൽ വന്നപ്പോൾ ഇതേ സെറ്റപ്പിലേക്ക് സ്കൂള് ആക്കി തന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് കരങ്ങളുണ്ട്. അവരെല്ലാം ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ സ്കൂള്, ക്ലാസ് റൂമുകള്, സ്കൂൾ പരിസരങ്ങള്, നമുക്ക് ഈ ഉദ്ഘാടന വേദികള് ഇതെല്ലാം സജ്ജമാക്കാൻ കുറെ അധികം ആൾക്കാർ കഷ്ടപ്പെട്ടു. അവരെല്ലാം ഈ അവസരത്തിൽ വളരെ നന്ദിയോടെ ഓർക്കുന്നു. പഠനത്തിന് ഒരു തുടർച്ച ഉണ്ടാകാൻ, ഒരു ദിവസം സ്കൂളിൽ വന്നിട്ട് മറ്റൊരു ദിവസം സ്കൂളിൽ വന്നില്ലെങ്കിലുള്ള അവസ്ഥ നമുക്ക് പണ്ടറിയാം. നമ്മളൊക്കെ അത് ആസ്വദിച്ചവരാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. പഠനത്തിന് തുടർച്ച ഉണ്ടാവണമെങ്കിൽ കൃത്യമായി ക്ലാസ്സിൽ ഹാജരാകണം. അത് കുട്ടികളെക്കാൾ ഉപരി രക്ഷകർത്താക്കൾക്കാണ്. സ്കൂളിൽ എത്തിയാൽ മാത്രമാണ് അധ്യാപകർക്ക് അവരുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയുക. സ്കൂളിൽ എത്തിക്കുക എന്ന പ്രാഥമികമായ ഉത്തരവാദിത്വം നമ്മുടെ രക്ഷകർത്താക്കളുടേതാണ്. ദയവ് ചെയ്ത് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവരും പങ്കെടുക്കാത്തവരുമായ രക്ഷകർത്താക്കൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും പറഞ്ഞെങ്കിലും അറിയിക്കാം. അതുപോലെ ഒരു വിഷമമുള്ളൊരു കാര്യം, സന്തോഷമുള്ള ദിവസമാണെങ്കിലും തുടക്കത്തിലെ ജീവിതത്തിന്റെ ഭാഗമായി സ്വാംശീകരിക്കാനും കഴിയും വിധം അധ്യാപകർ തയ്യാറാവേണ്ടതായിരുന്നു. പോലീസ് സ്റ്റേഷനാണ്. ഒരു മാസം കഴിയുമ്പോൾ മടങ്ങി പോകും. എന്നാലും ഇവിടത്തെ കുട്ടികളുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി പറയാനുള്ളത്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നെ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് ഒരു രക്ഷിതാക്കൾ വിളിച്ചിരുന്നു. എന്റെ മകനെ പഠിപ്പിക്കാൻ അയക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കുട്ടികളെ കൃത്യമായിട്ട് സ്കൂളിൽ അയച്ച് പഠിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. പലരും കുഞ്ഞുങ്ങളെ അവർ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് കാട്ടിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പ്രവണത ഇവിടെ നടന്നു വരികയാണ്. ഒരു കാരണവശാലും അതങ്ങനെ ചെയ്യരുത്. കുട്ടികളുടെ പഠിത്തം അതാണ് ഏറ്റവും വലുത്. അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് നിങ്ങൾ കാട്ടിൽ ജോലിക്ക് പോകുന്നത്. അപ്പൊ അവരെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഭാവി കൃത്യമായിട്ടും അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പൊ എന്നെ ഈ വിളിച്ച ഒരു സഹോദരിയോട് ഞാൻ പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് അവിടെ പോയി പറഞ്ഞ് സ്കൂളിൽ അയക്കേണ്ട നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഞാൻ നമ്മുടെ പ്രിൻസിപ്പൽ അനിൽകുമാർ സാറിന് ഇവിടുത്തെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു 50 നോട്ട് ബുക്ക് വാങ്ങി കൊടുക്കാം. അപ്പൊ അത് സാറ് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവർക്ക് കൊടുക്കണം. ഇതിന്റെ വേണ്ടി അഭിപ്രായമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. മനസ്സിലാക്കും. നല്ല അച്ചടക്കത്തോടുകൂടി നമുക്ക് പഠിക്കണം. ഈ അടുത്ത സമയത്ത് നിങ്ങളിൽ തന്നെയുള്ള 2 കുട്ടികൾ അല്ലേ, പറയാതിരിക്കാൻ പറ്റത്തില്ല, രാത്രി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. 2 കുട്ടികള് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിങ്ങളാരും അറിഞ്ഞു കാണത്തില്ല. അറിഞ്ഞല്ലോ. അതൊക്കെ നമ്മൾ അതും ഗൗരവമായി
10ാം ക്ലാസ് കുട്ടികളുടെ ക്ലാസ് നടത്തിയത്. ആ 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പില് 24 ആൾക്കാർ മെമ്പേഴ്സായിട്ടുണ്ടായിരുന്നു, 24 പേരൻസ് മെമ്പേഴ്സായിട്ടുണ്ട്. പിന്നെ പക്ഷേ ക്ലാസ് ടീച്ചറും ഒരു സാറും ഉൾപ്പെടെ 22 പേരുണ്ടാവും. പക്ഷെ ഇതുവരെയും 22 പേര് ക്ലാസ്സിൽ വന്നിട്ടുണ്ടായില്ല. വളരെ പരിമിതമായ കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അതുകൊണ്ട് നമ്മൾ മാക്സിമം ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഹിന്ദിയും മലയാളവും കണക്കും വരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കണക്കിന്റെ ഒരു ചാപ്റ്ററിന് പകുതി പഠിപ്പിച്ചിട്ടുണ്ട്. 10 ഫോർമുലസ് 10 ചാപ്റ്ററിന് പിന്നെ പകുതി പഠിപ്പിച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ തുടർന്ന ദിവസങ്ങളിൽ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും. അത് പഠിപ്പിക്കാൻ വിചാരിക്കുകയാണ്. എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, ഇവിടെ ക്ലാസ് അറേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും രക്ഷിതാക്കൾ അത് മനസ്സിലാക്കുകയും കുട്ടികളെ പറഞ്ഞയക്കുകയും വേണം. ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ പിന്നെ മൈതാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ വെക്കേഷന് അവിടെ സ്പോർട്സിനായിട്ട് അധ്യാപകരെ അയച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 9 മണി മുതൽ 12 മണി വരെയായിരുന്നു വെച്ചിരുന്നത്. അതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം 4 or 5 മാത്രമാണ്. ആരും വന്നില്ല. എല്ലാവരും നമ്മുടെ മാക്സിമം അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രോഗ്രാമിലും ആരും പങ്കെടുത്തില്ല. പുതിയ ക്ലാസ്സും പുതിയ കൂട്ടുകാരും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. എനിക്ക് മെയിനായിട്ട് ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു. നമ്മുടെ ADS-ന്റെയും കുടുംബശ്രീയുടെയും തൊഴിലുറപ്പിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് നമ്മളിവിടെ ശുചീകരണമൊക്കെ നടത്തിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇതിന്റെ പല ഭാഗത്തു നിന്ന് ഒരുപാട് മദ്യ കുട്ടികളായാലും അരിഷ്ട കുട്ടികളായാലും ഒരുപാട് ചാക്കുകണക്കിന് ഞങ്ങൾ അത് ഇവിടുന്ന് കണ്ടുകെട്ടി പിന്നെ റിസൾട്ട് വലിച്ച അങ്ങനെ പല ഇതും. എനിക്ക് ഒന്ന് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ വീട്ടിലായാലും സ്കൂളിലായാലും ഒരേപോലെ സുരക്ഷിതരായിരിക്കും. അതിന് പുറത്തുള്ള ആരെയൊക്കെ പ്രവേശിപ്പിക്കുകയോ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ വലിച്ചെറിയുകയോ ഒന്നും ചെയ്തെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എനിക്ക് ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മുടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് കയറിയിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രത്യേകിച്ച് 1ാം ക്ലാസ്സിലോട്ട് പ്രവേശനം ലഭിച്ചിരിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വർഷങ്ങളിലും ക്ലാസ്സിലൊക്കെ വന്നതാണ്. ഇപ്പൊ 2 മാസം അവർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വന്നിട്ടുള്ളതാണ്. എങ്കിലും അവർക്കൊരു പുതിയ അനുഭവമല്ല. എങ്കിലും 1ാം ക്ലാസ്സിലെ കുട്ടികൾ അവർക്കാണ് ഒരു പുതിയ അനുഭവം. അപ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഇവിടെ വന്നപ്പോ നമ്മുടെ ADS-ന്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ചില അരിഷ്ട കുപ്പികളൊക്കെ നമ്മുടെ സ്കൂളിനകത്ത് നമ്മുടെ ആൾക്കാരിപ്പം അവധിയായതുകൊണ്ട് കൊണ്ടിട്ടതാണോ അത് ഇനി ആരാണോ എന്ന് അറിയത്തില്ല. എങ്കിലും അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു സാറ് ഒരല്പം രാവിലെ ഒന്ന് നമ്മൾ വിളിച്ചപ്പോ ഇച്ചിരി ലഹരിയിലൊക്കെ ആയിരുന്നു. അവധി ആയതുകൊണ്ടായിരിക്കാം. എങ്കിലും ടീച്ചേഴ്സും അതേപോലെ നമ്മുടെ HM ന്റെ എടുത്തു പറയേണ്ട കാര്യമാണ്.
ഇതുപോലെ ഒരു പ്രവേശനോത്സവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ADSന്റെ ഭാഗത്ത് നിന്ന് നമുക്കൊരു പരിഗണന ഇതുവരെ തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പരിഗണന തന്ന നമ്മുടെ HM പേര് അറിയത്തില്ല, പിന്നെ ഈ PTA ഇന്നലെ തൊട്ട് ഇവിടെ സംഘാടകർ PTA-ക്കും ഈ സംഘാടകർക്കും എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിരന്തരമായ നമ്മുടെ ഇടപെടി സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായാൽ മാത്രമാണ് അവരെ ഒരു നിലവാരത്തിലേക്ക് വരും. നമ്മൾ ആരും സ്കൂളിൽ കൊണ്ട് ചേർക്കുക അല്ലെങ്കിൽ പ്രവേശനോത്സവത്തിന് നല്ല ഉടുപ്പുകളും ബാഗും കൊടയെല്ലാം വാങ്ങിച്ച് അവരെ സ്കൂളിലേക്ക് വിടുക എന്നത് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തം. നിരന്തരമായ ഇടപെടി കുട്ടികളുടെ കാര്യത്തിൽ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ സ്കൂളിൽ വന്ന് തിരക്കുക. അവരുടെ ക്ലാസ് ടീച്ചർമാരുടെ ഫോണിലെങ്കിലും ബന്ധപ്പെട്ട്